ഞങ്ങളെ ഇവിടെ നിന്നും രക്ഷിക്കൂ എന്ന പുസ്തകത്തിൽ നിന്നും 18-ാം അധ്യായം. സംരക്ഷണവും മാർഗനിർദ്ദേശവും. മരിയ, ശുദ്ധീകരണ ആത്മാക്കൾ ജീവിച്ചിരിക്കുന്ന തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ നൽകാറുണ്ടോ? ഉവ്, അവർ നൽകാറുണ്ട്. 1954 ആത്മാക്കൾ വന്ന് അവർ മരിച്ച തീയതിയും പട്ടണത്തിന്റെ പേരും നൽകാൻ ആരംഭിച്ചപ്പോൾ അവരുടെ കുടുംബത്തിൽ തിരുത്തപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ചും എന്നോട് പറഞ്ഞു. നീതിപൂർവമല്ലാതെ പങ്കുവയ്ക്കപ്പെട്ട പാരമ്പര്യ സ്വത്തുക്കളെപ്പറ്റിയോ മരിച്ച വ്യക്തിയുടെ അഭീഷ്ടത്തിനെതിരായി ചെയ്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ ആയിരുന്നു അത്. ഇപ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു കാര്യം, ഒരാത്മാവ് വന്നിട്ട് എന്നോട് പറഞ്ഞു, പുരോഹിതനായി അക്കാണുന്ന താഴ്വരയ്ക്കപ്പുറ ജീവിക്കുന്ന തന്റെ മകനോട് ദിവ്യകാരുണ്യ സ്വീകരണത്തിനായി ഉണ്ടായിരുന്ന അഴികൾ ഇട്ട ഭാഗം പുനർനിർമ്മിക്കാൻ പറയണമെന്ന്. പുരോഹിതന്റെ പരിചയക്കാരനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ, താങ്കൾ തന്നെ ഇക്കാര്യം അദ്ദേഹത്തോട് പറയുന്നതാണ് നല്ലത്, കാരണം താങ്കളെ അദ്ദേഹം വിശ്വസിക്കും, എന്നെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പുരോഹിതന് കത്തെഴുതി. പക്ഷേ ഇന്നുവരെ അദ്ദേഹം അത് ചെയ്തതായി അറിവില്ല. അദ്ദേഹം വളരെ നല്ല ഒരു മനുഷ്യനാണ്. എന്നാൽ ഭയം മൂലം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. നാം പ്രാർത്ഥിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്താൽ നമ്മളെയും ശുദ്ധീകരണാത്മാക്കൾ മാർഗനിർദ്ദേശം നൽകി സഹായിക്കുമോ? ഉവ്, ഇത് വിശ്വസിക്കുക, അവരെ സഹായിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുക. ഏതെങ്കിലും സംഘടനകൾ, ഉദാഹരണത്തിന് ഗവൺമെന്റ്, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, സഹോദര സംഘടനകൾ താങ്കളുടെ സാക്ഷ്യത്തെ എതിർക്കുവാനും ദുർബലമാക്കുവാനും തടസ്സപ്പെടുത്തുവാനും ഏതെങ്കിലും വിധത്തിൽ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ അവർ ശ്രമിച്ചാലും അവർക്കതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. ഉദാഹരണത്തിന്, ഒരിക്കൽ ഈ വഴിക്കൊരു ശ്രമം നടന്നു. എന്നാൽ ഞാൻ അതേക്കുറിച്ച് യാതൊന്നും അറിഞ്ഞതേയില്ല. പിന്നീടാണ് ഞാൻ ഇക്കാര്യം മനസ്സിലാക്കിയത് തന്നെ. ഈ ഭാഗത്ത് അല്പം അലങ്കോലമുള്ള ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു. മദ്യശാലയിൽ വെച്ച് അയാൾ എപ്പോഴോ കേട്ടു, അങ്ങ് മലമുകളിൽ പ്രേതങ്ങളോട് സദാസമയവും സംസാരിക്കുന്ന ഒരു സ്ത്രീയുണ്ട് എന്ന്. മദ്യശാലയിൽ ഇങ്ങനെയൊരു സംസാരം കേട്ടത് അയാൾക്ക് തീരെ ഇഷ്ടമായില്ല. ഒരു ദിവസം അവരുടെ ഏറ്റവും പ്രൗഢമായ യൂണിഫോമിൽ വലിയ കാറിൽ അവർ പുറപ്പെട്ടു. അവർ വാഹനമോടിച്ച് ആ താഴെയുള്ള റെസ്റ്റോറന്റിൽ എത്തിയിട്ട് ഇങ്ങോട്ട് നടന്നു കയറുവാൻ തുടങ്ങി. എന്റെ പടിവാതിലിന് തൊട്ടടുത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് അവർ നിന്നു. അവർക്ക് മുൻപോട്ട് ഒരടി വയ്ക്കാൻ സാധിച്ചില്ല. അവർ കനത്ത ചുമലുകൾ താഴ്ത്തി ഒന്നുകൂടി മുന്നേറുവാൻ ശ്രമിച്ചു. എന്നാൽ അവർക്കു കാണാൻ കഴിയാത്ത എന്തോ ഒന്ന് അവരെ തടഞ്ഞു നിർത്തി. പെട്ടെന്ന് അവർ പരിശ്രമം നിർത്തി. നേരെ ബാറിലെത്തി ഒരു നീളൻ കുപ്പി ബിയർ ഓർഡർ ചെയ്തു. പിന്നീടൊരിക്കലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ല. എന്റെ ഒരു അയൽക്കാരൻ ഇവരെ കാണുകയും പിറ്റേന്ന് എന്നോട് ഇപ്രകാരം പറയുകയുമുണ്ടായി, മരിയ, ഇന്നലെ താങ്കൾക്ക് ചില സുപ്രധാന അതിഥികൾ ഉണ്ടായിരുന്നു അല്ലേ? ഇല്ല, എനിക്ക് അതിഥികളെ ഉണ്ടായിരുന്നില്ല, ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ അയാൾ നടന്ന കഥ മുഴുവനും എന്നെ അറിയിച്ചു. ശുദ്ധീകരണ ആത്മാക്കൾ വ്യക്തിപരമായി താങ്കൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായിട്ടുണ്ടോ? ധാരാളം കത്തുകൾ എനിക്കു ലഭിക്കുന്നതുകൊണ്ട് 5 ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കരുത് എന്നവർ നിർദ്ദേശിക്കുകയുണ്ടായി. ചീത്ത ഉദ്ദേശത്തോടെ ആരെങ്കിലുമൊക്കെ താങ്കളെ കാണാൻ വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് അവരെ നേരിടുന്നത്? ഇതേക്കുറിച്ച് നേരത്തെ തന്നെ അറിവ് ലഭിക്കാറുണ്ടോ? ഞാൻ എല്ലാവരെയും സ്വീകരിക്കുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ എനിക്ക് നീണ്ട ഒരു സാക്ഷ്യം നൽകേണ്ടതില്ല എന്ന മുന്നറിയിപ്പ് ലഭിക്കാറുണ്ട്. വെറും കൗതുകം കൊണ്ട് മാത്രം വരുന്നവരോട് ഞാൻ ദീർഘമായി സംസാരിക്കാറില്ല. ചോദ്യം ചെയ്യാൻ മാത്രമായി വരുന്നവരോട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചാൽ എന്റെ ശബ്ദം പുറത്തു വരികയില്ല. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് പോലെ അനായാസമായി എനിക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല. സന്ദർശകർ ചോദിക്കും, താങ്കൾ എന്താണ് ഞങ്ങളോട് കൂടുതലൊന്നും പറയാതിരിക്കുന്നത് എന്ന്. ഇതിനുള്ള എന്റെ മറുപടി, കൂടുതൽ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചോളൂ എന്ന് മാത്രമാണ്. വളരെയേറെ പ്രാവശ്യം ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ട്. താങ്കൾ എന്നോട് ഇത്രയേറെ മണിക്കൂറുകൾ സംസാരിച്ചതിന് ആഹ്ലാദത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഞാൻ വരുന്നതിന് മുൻപ് താങ്കൾ ശുദ്ധീകരണ ആത്മാക്കളോട് ഞാൻ സതുദ്ദേശത്തോടെയാണോ വരുന്നതെന്ന് അന്വേഷിക്കുകയുണ്ടായോ? ഇല്ല, ഞാൻ ചോദിച്ചില്ല.
പക്ഷേ അവർ സഹകരിച്ചില്ലായിരുന്നെങ്കിൽ താങ്കൾക്ക് ദയനീയമായി ബോറടിച്ചേനെ. മരിയ ചിരിക്കുന്നു. നാം ഭൂമിയിലായിരിക്കുമ്പോൾ അഭ്യസിക്കുന്നതൊക്കെയും നാം കൂടെ കൊണ്ടുപോകുമെന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ശുദ്ധീകരണ ആത്മാക്കൾ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് നമ്മളെ സഹായിക്കുമെന്നതിന് തെളിവുണ്ടോ? ഒരു തയ്യൽക്കാരിക്ക് ഒരു സഹായം ആവശ്യമായിരിക്കെ ശുദ്ധീകരണ സ്ഥലത്തുള്ള ഒരു തയ്യൽക്കാരിയോട് സഹായം ആവശ്യപ്പെട്ടാൽ അത് ലഭിക്കാൻ എളുപ്പമാണോ? ഓവ്, അതിന് തെളിവുണ്ട്. ഒരു ഗുരുതരമായ കാർ അപകടം ഉണ്ടായാൽ തയ്യൽ അറിയാവുന്ന ഒരാൾക്കല്ല, കാറുകളെക്കുറിച്ചറിയാവുന്ന ഒരാൾക്കാണ് നമ്മെ സഹായിക്കുവാൻ കഴിയുക. യുദ്ധകാലത്ത് അതിർത്തി വഴി സാധനങ്ങൾ കള്ളക്കടത്ത് നടത്തിയിരുന്ന ഒരാളെ എനിക്കറിയാം. ശുദ്ധീകരണ സ്ഥലത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് അയാൾ പിടിക്കപ്പെടാതിരിക്കാൻ എപ്പോഴും സഹായം ചോദിക്കുമായിരുന്നു. വളരെ വർഷങ്ങൾ ഈ ജോലി ചെയ്തിട്ടും അയാൾ പിടിക്കപ്പെട്ടില്ല. അയാൾ കള്ളക്കടത്ത് നടത്തിയിരുന്നത് ബൈബിളും മറ്റു വിശുദ്ധ വസ്തുക്കളുമായിരുന്നു. പണം, ആയുധം, മയക്കുമരുന്ന് ഇവ കള്ളക്കടത്ത് നടത്തുന്നവർ ശുദ്ധീകരണ ആത്മാക്കളുടെ സഹായം തേടരുത്. ദുഷിച്ച ഉദ്യമങ്ങളിലൊന്നും അവർ നമ്മെ ഒരിക്കലും സഹായിക്കുകയില്ല. വേറെ ഏതെല്ലാം വിധത്തിലാണ് ശുദ്ധീകരണ ആത്മാക്കൾ നമ്മെ നയിക്കുക? ആത്മീയ ജീവിതത്തിൽ നമ്മെ നയിക്കുവാൻ ഒരു നല്ല പുരോഹിതൻ ഇല്ലാതിരിക്കുമ്പോഴോ വല്ലാതെ ഏകാന്തത തോന്നുമ്പോഴോ ഒരു ശുദ്ധീകരണ ആത്മാവിന് നമ്മെ സഹായിക്കാൻ കഴിയും. അവർ തീർച്ചയായും നമ്മെ നയിക്കും. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നോ എവിടെയാണ് സംഭവിക്കുന്നതെന്നോ എനിക്ക് പറയാൻ കഴിയുകയില്ല. ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് ശുദ്ധീകരണ ആത്മാക്കൾ എന്നോട് പറഞ്ഞു. നമ്മുടെ സ്വതന്ത്ര മനസ്സിനെ സ്വാധീനിക്കുന്ന വിധം നമ്മെ സുരക്ഷിതമാക്കാൻ ശുദ്ധീകരണ ആത്മാക്കൾക്ക് കഴിയുമോ? ഒരു തരത്തിൽ പറഞ്ഞാൽ നന്മയുണ്ടാകുന്ന വിധത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയും. വേഗത്തിൽ വണ്ടിയോടിക്കുന്നതോ മദ്യക്കുപ്പിക്കായി ആവേശം കൊള്ളുന്നതോ ആയ അപകടം ക്ഷണിച്ചു വരുത്തുന്ന കാര്യങ്ങളിൽ നമ്മെ തടയാൻ അവർക്ക് കഴിയും. ഒരു സഹായവും കൂടാതെ പുകവലി നിർത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ശുദ്ധീകരണ ആത്മാക്കളുടെ സഹായത്തോടെ അതിനു കഴിയും. ഇപ്പോൾ സ്വതന്ത്ര മനസ്സിനെ പറ്റി അല്പം സംസാരിക്കാനുള്ള അവസരമാണിതെന്ന് ഞാൻ കരുതുന്നു. നിഷേധാത്മകമായ ഒരു സ്വഭാവം അവർ തടയുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ സ്വതന്ത്രമാകുന്നു. തടസ്സങ്ങൾ ഇല്ലാതാകുന്നു. ഏതെങ്കിലും കാര്യത്തിലേക്കുള്ള ആശ്രയത്വത്തിലേക്ക്, പാപം ചെയ്യാനുള്ള ബലഹീനതയിലേക്ക് നാം നീങ്ങുമ്പോൾ നാം സ്വാതന്ത്ര്യം അനുഭവിക്കുകയല്ല ചെയ്യുന്നത്. നമ്മെ ബന്ധനാവസ്ഥയിലാക്കുന്ന, നിയന്ത്രിക്കുന്ന ഒരു കാര്യം നാം തിരഞ്ഞെടുക്കുമ്പോൾ അത് ശരിയാണെന്നും നല്ലതാണെന്നും വരുത്തി തീർക്കാൻ നമുക്ക് അത് വളച്ചൊടിക്കേണ്ടി വരുന്നു, നിറം പകരേണ്ടി വരുന്നു. നമ്മളോട് തന്നെ നുണ പറയേണ്ട അവസ്ഥയാകുന്നു. ഈ വളച്ചൊടിക്കൽ വക്രത നമ്മെ തീർത്തും അസ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. സ്വർഗത്തിലെത്തുമ്പോൾ മാത്രമേ യഥാർത്ഥ നന്മയായ ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വതന്ത്രരാകാൻ നമുക്ക് കഴിയൂ. ആരെയെങ്കിലും ശുദ്ധീകരണ ആത്മാക്കൾ സംരക്ഷിച്ചതോ സ്വതന്ത്രരാക്കിയതോ ആയ ഒരു സംഭവം ഉദാഹരണമായി പറയാമോ? അത് മറ്റൊരു തരത്തിലാണെന്ന് മാത്രം. ഒരു യുവാവ് വിശുദ്ധയായ നല്ലവളായ ഒരു ഭാര്യയെ തിരയുകയായിരുന്നു. ഒരു യുവതി അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. ഇടയ്ക്കിടെ അയാൾ അവളെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഓരോ പ്രാവശ്യവും അവളുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ കുറച്ചകലെ ഒരിടത്തു നിന്ന് ഒരാൾ അയാളെ വിളിച്ച് ഇപ്രകാരം പറയുമായിരുന്നു: വേണ്ട, അങ്ങോട്ട് പോകണ്ട, നീ അവളുമായി സന്തോഷത്തോടെ ജീവിക്കുകയില്ല. ആദ്യമൊക്കെ അയാൾ അത് അവഗണിച്ച് അവളെ സന്ദർശിക്കുന്നത് തുടർന്നു. മൂന്നാമത്തെയോ നാലാമത്തെയോ തവണ അയാൾ ഈ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കി. അത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മരണമടഞ്ഞ അയാളുടെ സ്വന്തം പിതാവായിരുന്നു. അത് തിരിച്ചറിഞ്ഞ നിമിഷം അയാൾ അവിടം വിട്ടു. മറ്റു പല സ്ഥലങ്ങളിലേക്കും അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ അയാൾ ഭാവിയിലുണ്ടാകുമായിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും സ്വതന്ത്രനാക്കപ്പെടുകയും ചെയ്തു.